ഹലോ. പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ പാലത്തിൻ്റെ അവിടെ നിന്ന് ചെമ്മീനും കുറച്ച് കക്കയിറച്ചും കൂടി മേടിച്ചായിരുന്നു. തിരിച്ചു വന്നപ്പോൾ നമ്മുടെ പള്ളിയിൽ പെരുന്നാളായിരുന്നു കാഞ്ഞൂരോളം. വീട്ടിൽ വന്നു ചെമ്മീനൊക്കെ പറക്കി ചട്ടിയിലിട്ടു. ഇനി നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്യാം. ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ഇടത്തരം വലിപ്പമുള്ള ചെമ്മീനായിരുന്നു. ഇങ്ങനെ കുറച്ച് വലിപ്പമുള്ള ചെമ്മീനൊക്കെ ആണെങ്കിൽ ക്ലീൻ ചെയ്യുന്ന പരിപാടി കുറച്ച് ഈസിയാണ്. എന്നാലും അത്യാവശ്യം സമയം കൊടുക്കും. പക്ഷെ തീരെ കുഞ്ഞതായി കഴിഞ്ഞാൽ പെട്ടുപോകും. തലയോടുകൂടി ക്ലീൻ ചെയ്തെടുക്കണം കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴും എങ്ങനെയാണെന്ന് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് തലയെടുക്കാറില്ല. തലയും നുള്ളിക്കളഞ്ഞിട്ട് ഉടുപ്പായിട്ട് ഊരിക്കളഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഉള്ളിലുള്ള ഒരു സാധനമുണ്ട് അതും ഇങ്ങനെ വലിച്ച് കളയും. അപ്പോൾ നമ്മൾ ഒരു ചെമ്മീൻ നന്നാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഇതേപോലെ തന്നെ എല്ലാ ചെമ്മീനും നമ്മൾ നന്നാക്കി തീർക്കണം. സമയം ഒരുപാട് എടുത്തു. 2x ഇട്ടുകൊണ്ടാണ് വേഗം നന്നായി കഴിഞ്ഞത്. നന്നാക്കി വന്നപ്പോൾ തല മാത്രം കൂടുതലും ഉടലിച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികം, പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ലല്ലോ. അങ്ങനെ എല്ലാം നന്നായി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലീൻ ചെയ്തതിന് ഉള്ളതും കൂടി ഇല്ലാണ്ടാവുമോ എന്നറിയില്ല. കുറച്ച് ഉപ്പിട്ടു, പിന്നെ കുറച്ച് മീൻ വറുക്കട മസാലകളിട്ടു, പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ സകലമാന പൊടികളും കുറച്ച് വിതറി കൊടുത്തു. നമുക്ക് നന്നായി എല്ലാം മിസ്ക് വെല്ല് ചെയ്യാം. അങ്ങനെ മിസ്ക് വെല്ല് ചെയ്ത് ഒരു വക മിക്സ് ചെയ്തെടുത്തു. ടൂത്ത് പിക്ക് കുറച്ചത് ഉപയോഗിക്കണ കാരണം പുതിയൊരു പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെയൊന്നും അല്ല, പിന്നെ എങ്ങനെയൊക്കെ ആക്കിയെടുക്കാം. നമുക്കിതൊക്കെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ നമ്മൾ പരീക്ഷിച്ച് നോക്കണതല്ലേ. അങ്ങനെ ഇടയ്ക്ക് മാത്രം എടുക്കുന്ന ഈ ചട്ടി ഞാൻ പുറത്തെടുത്തു. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ സാധനങ്ങൾ ഫുൾ അങ്ങനെ നിരത്തി ഇട്ടു. എന്തിനാണ് ഇതിപ്പോൾ ഇങ്ങനെ ഈ കോല് വെച്ചിട്ട് ചെയ്തേക്കണേന്ന് മനസ്സിലാവില്ല. ഇതിപ്പോൾ തന്നെ ചുരുണ്ട് വരും. ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ ഇതിങ്ങനെയൊന്നും അല്ലാന്ന്. അങ്ങനെ കുറച്ച് മാത്രമേ ചെയ്തോളൂ, ടൂത്ത് പിക്കിൻ്റെ പരീക്ഷണത്തിന് വേണ്ടിയിട്ടേ. ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെ ആക്കിയിട്ടാണ് വരട്ടിയിട്ടേക്കണത്. അറ്റ് ലാസ്റ്റ് ഇനി അവസാനത്തെ ഒരു പ്രയോഗമാണ്. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് വിതറി അങ്ങോട്ട് ഇടുക. ഇനി അടുത്ത സെറ്റും കൂടി അതിനകത്തേക്ക് ഇടുക, മുരിക്കുക. ഇനി നേരെ ചട്ടിയിൽ നിന്ന് കോരിയെടുക്കുക. നമുക്ക് കുറച്ച് ചോറുണ്ണാനായിട്ട് തയ്യാറാവാം. ഇവിടെ നിന്ന് എന്തൊക്കെ കഴിച്ചാലും വീട്ടിൽ വന്ന് ഇച്ചിരി ചോറ് കൂട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ രാവിലത്തെ വേളൂരി വറുത്തത് കുറച്ചുണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ വറുത്ത സാരം ഉണ്ടായിരുന്നു, പയർ തോരൻ ഉണ്ടായിരുന്നു. ബാക്കി ഇങ്ങനെ പിന്നെയും വറുത്തുകൊണ്ടിരിക്കുകയാണ്. ചെമ്മീനൊക്കെ നന്നാക്കി റോസ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കക്ക റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കക്ക റെഡിയാക്കാൻ തത്രപ്പാടിലാണ്. കക്കയും ഈ തവണ കിട്ടിയത് അത്യാവശ്യം കുറച്ച് വലിയ കക്കയായിരുന്നു. അതുകൊണ്ട് കുറച്ച് അധികം പണി വന്നില്ല. എന്നാലും കുറേയും തവണ കഴുകി വാരിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ കക്ക ഉണ്ടാക്കിയപ്പോൾ വേസ്റ്റ് മൊത്തം എടുത്തെടുത്ത് എല്ലാം കളഞ്ഞ് അവസാനം ഒരു കുഞ്ഞാക്കിയിട്ടാണ് കക്ക ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയൊന്നും കളയണ്ടെന്നാണ് രത്തില പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് വലിയതല്ലേ, അപ്പോൾ ഒരുവിധം എല്ലാം കളയണമെന്ന് വിചാരിച്ച് അങ്ങനെ കഴുകി. എന്നാലും അപ്പോഴൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കിതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ മാത്രമാണ് ഇഷ്ടമുള്ളൂ. അതുപോലെ തിന്നാൻ എനിക്കിഷ്ടമല്ല, ഞാൻ തിന്നാറില്ല ഇങ്ങനത്തെ സാധനങ്ങളൊന്നും. പിന്നെ തോട്ടിൽ നമ്മൾ പിടിക്കണ ഞവണിക്ക് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മീൻ അങ്ങനെയൊക്കെ, അതൊക്കെ എനിക്ക് പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതൊന്നും ഞാൻ കഴിക്കില്ല. പണ്ടെപ്പോഴോ കഴിച്ചതാണ്, അല്ലാണ്ട് ഞാൻ ഇതേവരെ ഇത് കഴിച്ചിട്ടില്ല. ഇതൊക്കെ നന്നാക്കാനാണ് കൂടുതൽ സമയം വേണ്ടത്. പിന്നെ ഒരു പ്രദേശം മൊത്തം അപ്പടി അലങ്കോല, അതൊക്കെ വൃത്തിയാക്കി ശരിയാക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ സമയം. നന്നാക്കി എന്തോരം നന്നാക്കിയാലും പിന്നെയും മഴുക്കുണ്ടാവും ഇതിനകത്ത്. അങ്ങനെ പിന്നെയും കഴുകി അവസാനം കഴുകി ശരിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നമ്മൾ വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു. ഇനി അത് കുറച്ച് നേരം ഇവിടെ വേവട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. കുറച്ച് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. ഇഞ്ചി മിസ്സിങ്ങാണ്. വെളുത്തുള്ളിയും സവാളയും തേങ്ങ കൊത്തി അരിഞ്ഞു. ബാക്കിയുണ്ടാകുന്ന വേസ്റ്റൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ പതുക്കെ 3/4 ഭാഗവും വെന്ത് വരുന്നു. കുറച്ചും കൂടി വേവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്ത ചട്ടി ഉണ്ടായിരുന്നു. ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് തേങ്ങ ഇട്ടു. അങ്ങനെ ആ തേങ്ങ വറുത്ത് ഒത്തിരി വറക്കണ്ട, ഒന്ന് വാടി വരുന്ന ടൈം ആകുമ്പോൾ നമുക്ക് ആ തേങ്ങാക്കൊത്തിയിൽ നിന്നും കൂടി കുറച്ചും കൂടി എണ്ണ കിട്ടും. അങ്ങനെ കത്ത് പിടിക്കാവുന്നൊരു പാകമായി നിൽക്കുന്നുണ്ട്. പക്ഷെ കത്തില്ല എന്നുള്ളതിൻ്റെ വിചാരം വെച്ചിട്ട് ഞാൻ ആ ബാക്കി സാധനങ്ങളും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ കരുകുരൂന്ന് അരിഞ്ഞ് വെച്ച സവാള അതും കൂടി അതിനകത്തിട്ട് നല്ലപോലെ വഴറ്റണം. കുറച്ച് ഉപ്പും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കഴിയുമ്പോൾ ഏകദേശം പെട്ടെന്ന് ഇങ്ങനെ വഴണ്ട് കിട്ടും. ഇതും ഏകദേശം വെള്ളമൊക്കെ വറ്റി ഓക്കെയായി ശരിയായി വരണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വഴറ്റി വെച്ച സാധനത്തിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീൻ മസാല, അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഒന്നും കൂടി വരട്ടി എടുക്കുക. തീ കുറച്ചിട്ട് വരട്ടി ആ പച്ചമണം അത്യാവശ്യം മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് വെന്ത് വന്ന കക്കയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഞാൻ ഉദ്ദേശിച്ചൊരു കറുകറുന്നിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റോസ്റ്റാണ്. റോസ്റ്റിലേക്ക് വന്നിട്ടില്ല. കുറച്ച് നേരം കൂടി വെള്ളം വറ്റാനായിട്ട് വയ്ക്കാം. ബാക്കി എല്ലാ സംഭവങ്ങളും തുടച്ച് വൃത്തിയാക്കി കറക്റ്റ് ചെയ്തെല്ലാം ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ അടിയിൽ നിന്ന് കത്തിയോ എന്നൊരു സംശയം. ചെറുതായിട്ട് കരിഞ്ഞ പോലെ തോന്നി. നേരെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചട്ടിയിലോട്ട് മാറ്റി വെച്ചു. ഇനി ഞാൻ തട്ടിപ്പൊത്തി വയ്ക്കാം, പിന്നെ റോസ്റ്റായിട്ട് വരട്ടെ. അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളും ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വെക്കപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഫുഡും കഴിച്ച് കഴിഞ്ഞ് ബാക്കിയുണ്ടാകുന്ന ഫുഡെല്ലാം അവനും കൊടുത്തു. പിന്നെ നമ്മൾ മേടിച്ച ചുക്കുണ്ടായിരുന്നു, അപ്പോൾ ചുക്കും കൽക്കണ്ടവും കൂടി പൊടിച്ചും വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.